ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 ശേഷം ആ പേരിന് അനർഹരായിരിക്കുന്നു. കാര്യം, അതിനു മുമ്പേ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരിൽ ഹിന്ദു രാജാവും ഹിന്ദു ഭൂരിപക്ഷമുള്ള ഹൈദരാബാദിൽ മുസ്ലിം രാജാവും ഉണ്ടായിട്ടും മതം ഒരിക്കലും രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ ചെലുത്താനുള്ള പരിപാടികളുണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സംസ്കാരം അതാണ്. ഇവിടെ ഒരു കാലത്തും ഒരു വർഗീയ ലഹള ഉണ്ടായിട്ടില്ല. പക്ഷേ മതത്തിൻ്റെ പേരിൽ രാജ്യം വിഭജിക്കണം എന്ന ആവശ്യത്തോടു കൂടി വർഗീയത, പ്രത്യേകിച്ചും പ്രീണന വർഗീയത ഈ രാജ്യത്ത് വിത്ത് പാകി. അതിനാരാണ് ഉത്തരവാദി? എൻ്റെ വ്യക്തമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ് ഇവിടുത്തെ വർഗീയയുടെ വിത്ത് പാകിയത്. കാരണം, ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് ശക്തമായ രീതിയിൽ ഈ രാജ്യം എല്ലാ കാലത്തും മതേതരത്തിൽ വിശ്വസിക്കുന്നതാണെന്നും മതവും ഭരണവും കൂട്ടിക്കലർത്താൻ പാടില്ലെന്നും മതത്തിൻ്റെ പേരിൽ രാജ്യം വിഭജിക്കുന്നത് ഞങ്ങളെ അനുവദിക്കില്ല എന്നും ശക്തമായ നിലപാടെടുക്കാൻ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കൾക്കും കഴിഞ്ഞില്ല. നേതാജിയും സർദാർ പട്ടേലും ഒക്കെ ശക്തരായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജ്യം വിഭജിക്കപ്പെടുമായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ബലഹീനനായ ജവഹർലാൽ നെഹ്റു, ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് പാകിസ്ഥാൻ്റെ സഹസ്ഥാപകൻ എന്നാണ്. മുഹമ്മദ് അലി ജിന്നയോടൊപ്പം തന്നെ പാകിസ്ഥാൻ രൂപീകരിച്ചതിൻ്റെ ഉത്തരവാദിത്തം ജവഹർലാൽ നെഹ്റുവിനുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം മോഹം കൊണ്ടാണെന്ന് വിമർശനമുണ്ടായിട്ടുണ്ട്. അത് പോട്ടെ. അതിനുശേഷമാണ് ഈ രാജ്യത്ത് നഗ്നമായ വർഗീയത രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും കടന്നുകൂടിയത്. ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേടാമെങ്കിൽ കത്തികൊണ്ട് ഹിന്ദുസ്ഥാൻ നേടാം എന്ന് മുദ്രാവാക്യം വടക്കേ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട്. ഈ ചിന്താഗതി ആര് വളർത്തി? ഞാൻ തറപ്പിച്ചും വ്യക്തമായും പറയുന്നു, ഇതിന് പരിപൂർണ ഉത്തരവാദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം 47 മുതൽ പ്രീണനം ആരംഭിച്ചു. കാരണം ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയിൽ തന്നെ നിന്നു. പക്ഷെ അവരുടെ മനസ്സ് പാകിസ്ഥാനിലായിരുന്നു എന്ന് ബംഗ്ലാദേശ് യുദ്ധക്കാലത്ത് ബീഹാറി മുസ്ലിംസ് അടക്കം കാണിച്ചു. ഉത്തർപ്രദേശ്, അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഭാഗ്യവന്മാരാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരിക്കലും വർഗീയമായി ചിന്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ നല്ല മനുഷ്യരും ഈശ്വരവിശ്വാസികളും പരോപകാരികളും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവരും എല്ലാറ്റിനും പുറമെ ഏറ്റവും മികച്ച ആതിഥേയരുമാണ്. അവരെ ഒരിക്കലും നമുക്ക് അന്യരായി കാണാൻ പറ്റില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവരെ അന്യരാക്കിക്കൊണ്ട്, ഒരു പ്രത്യേക വിഭാഗം ആക്കിക്കൊണ്ട്, അവർക്ക് വാരിക്കോരി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുള്ള മതേതര ചിന്ത പോലും അസ്തമിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. അവരാവശ്യപ്പെടുന്നില്ല. അവർക്ക് വേണ്ടത് തുല്യത മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ തുല്യത മാത്രമാണ് ആഗ്രഹിക്കുന്നത്, പ്രീണനമല്ല, പ്രത്യേക പരിഗണനയല്ല. പക്ഷെ പോരാ, വെള്ളിയാഴ്ച നിങ്ങൾക്ക് സ്കൂൾ മുടക്കിത്തരാം, ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ വില കുറഞ്ഞ രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ കളിക്കുന്നു. അതിനും പുറമെ 4% സുപ്രീം കോടതി പറഞ്ഞ 4% 6% സംവരണം നിങ്ങൾക്ക് തരാം. അവരാവശ്യപ്പെടുന്നില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം പാഴ്സികളാണ്. ജനറൽ മനേഷയുടെയും പൽഖിവാരുടെയും ഒക്കെ വിഭാഗം, JRD ടാറ്റയുടെയും ഫെറോസ് ഗണ്ഡിയുടെയും ഒക്കെ വിഭാഗത്തിൽപ്പെട്ട പാഴ്സികൾ. അവരാരും സംവരണം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്തോളാം. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും സംവരണം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഞങ്ങളെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് വിവേചനം നടത്തരുത്. ഒരു കാലത്തും
നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. മറ്റ് മതസ്ഥർക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സ്ഥിതി നോക്കൂ. എത്ര പ്രഗത്ഭ ഡോക്ടർമാരുണ്ട്, എത്ര പ്രഗത്ഭ എഞ്ചിനീയർമാരുണ്ട്, എത്ര പ്രഗത്ഭ ജഡ്ജിമാരുണ്ട്, എത്ര പ്രഗത്ഭ വക്കീൽമാരുണ്ട്. ഇത് പ്രീണനം കൊണ്ടാണോ? അല്ല. അവസരം കൊടുത്തപ്പോൾ മുസ്ലിം സമുദായം ഉന്നമനം നേടി. ഇതിന് പകരം അവരെ വോട്ട് ബാങ്കാക്കി ചുരുക്കി തരം താത്തി നിങ്ങൾ വ്യത്യസ്ത വിഭാഗമാണ് എന്ന് പറഞ്ഞ് പരത്തിയത് ആരാണ്? പ്രധാനമായും അതിൽ ഒന്നാം പ്രതി എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം ലീഗിനെ നമുക്ക് വിശ്വസിക്കാം. ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. മുസ്ലിങ്ങൾ പിന്നോക്കമാണ്, വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ്, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, ഞങ്ങളെ വിവേചനം ചെയ്യുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിം സംഘടനയ്ക്ക് അവകാശമുണ്ട്. SDPIക്കാരെ നമുക്ക് വിശ്വസിക്കാം. കുന്തിരിക്കം കത്തിക്കും, അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാം.